Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Express f of x is equal to 1/2 in the interval 0 less than x less than pi, 0 x greater than pi as a Fourier sine integral. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതാം. ഫോറിയർ സൈൻ ഇന്റഗ്രൽ, ഫോറിയർ സൈൻ ഇന്റഗ്രൽ f of x is equal to എന്താണ് ഫോർമുല 1/pi. Fourier sin integral f of x is equal to 1/pi 0 to infinity, 0 to infinity, lower limit 0, upper limit infinity, b lambda sin lambda x d lambda. ഇതാണ് ഫോർമുല. അപ്പോൾ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആക്കി എഴുതാനായിട്ട് എന്റെ ഫോർമുല എന്താണ്? f of x is equal to 1/pi integral 0 to infinity b lambda sin lambda x d lambda. ഇനി ഇതിൽ b lambda നമ്മൾ കണ്ടുപിടിക്കണം. b lambda കാണാനുള്ള ഫോർമുല എന്താണ്? 2 times 0 to infinity f of t sin lambda t dt. b lambda കാണാനുള്ള ഫോർമുലയാണ് 2 times 0 to infinity f of t sin lambda t dt. That is equal to 2 times ഇവിടെ f of t എന്ന് പറയുന്നതാണ്. f of x എന്ന് പറയുന്നത് 1 ആണെങ്കിൽ f of t എന്ന് പറയുന്നത് എന്തെടുക്കണം? f of t എന്നുള്ളത് 1/2 എടുക്കണം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ വരും. f of t is equal to 1/2 0 less than x, 0 less than t less than pi, then 0 t greater than pi. നമ്മൾ ഫംഗ്ഷൻ t യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ 0 to നമ്മുടെ ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് pi. f of t എന്താണ്? 1/2 into sin lambda t dt. In all other cases, function value will be 0. അപ്പോൾ നമ്മുടെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയും ആയിരുന്നു. ആ ലിമിറ്റ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് പൈയുമായിട്ട് മാറി. 0 to pi ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. In all other cases, function value will be 0. ഈ ടൂം നമുക്ക് ക്യാൻസൽ ചെയ്ത് വയ്ക്കുന്നു. അപ്പൊ നമുക്ക് സൈൻ ലാംഡ ടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുന്നത്? സൈൻ ലാംഡ ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ലാംഡ ടി ബൈ ലാംഡ then 0 to pi. That is നമുക്ക് മൈനസ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ കോസ് ലാംഡ പൈ മൈനസ് കോസ് എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ ലാംഡ. മൈനസ് അത് കൂട്ടിട്ട് കഴിയുമ്പോൾ 1 മൈനസ് കോസ് ലാംഡ പൈ ഡിവൈഡഡ് ബൈ ലാംഡ. ഇതാണ് നമ്മുടെ എന്ത്? ബി ലാംഡ എന്നുള്ള വാല്യൂ. ബി ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഫോറിയർ സൈൻ ഇന്റഗ്രൽ എഴുതാം. Therefore, Fourier sine integral എന്ന് പറയുന്നത് എന്താണ്? Fourier sine integral. Fourier sine integral is equal to f of x is equal to 1/pi integral 0 to infinity. ഈ ബി ലാംഡയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 മൈനസ് കോസ് ലാംഡ പൈ ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു സൈൻ ലാംഡ എക്സ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? f of x is equal to 1/pi 0 to infinity 1 minus cos lambda pi divided by lambda sin lambda x d lambda. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KTU ചോദിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്താണ്? ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക. എന്താണ് ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല? f of x is equal to 1/pi integral 0 to infinity b lambda sin lambda x d lambda. 1/pi integral 0 to infinity b lambda sin lambda x d lambda. b lambda കാണാനുള്ള ഫോർമുല എന്താണ്? 2 times 0 to infinity f of t sin lambda t dt. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ f of x ആണ് തന്നിരിക്കുന്നത്. അതിന് t-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ f of t ആവും. ഇവിടെ f of t ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to pi എന്നുള്ള ലിമിറ്റിലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/2 ആണ്. ഈ നോൺ അതർ കേസ് ഫംഗ്ഷൻ വാല്യൂ 0. അപ്പൊ നമ്മൾ ആ f of t യുടെ വാല്യൂ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് പൈയും ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബി ലാംഡയുടെ വാല്യൂ 1 മൈനസ് കോസ് ലാംഡ പൈ ബൈ ലാംഡ എന്ന് കിട്ടും. ആ 1 മൈനസ് കോസ് ലാംഡ പൈ ബൈ ലാംഡ എന്നുള്ളത് നമ്മുടെ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയില് ബി ലാംഡയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ആൻസർ കിട്ടും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.